Good morning to all. ഇന്നത്തെ പോർഷൻസ് അൾജിബ്രായിക് സ്ട്രക്ചറും ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചേഴ്സ് ഇത് രണ്ടുമാണ്. ഇന്നലെ നമ്മൾ എടുത്തത് അസോസിയേറ്റിവിറ്റി, കമ്മ്യൂട്ടേറ്റിവിറ്റി ആൻഡ് ഐഡന്റിറ്റി എലമെൻറ്റ് ഓഫ് ബൈനറി ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇന്നുള്ളത് അൾജിബ്രായിക് സ്ട്രക്ചറും ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചേഴ്സും ആണ്. അതിൽ അൾജിബ്രായിക് സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സെറ്റ് എസ് വിത്ത് ടുഗദർ വിത്ത് വൺ ഓർ മോർ ബൈനറി ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു സെറ്റിലൊരു ബൈനറി ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിന് രണ്ടിനും കൂടെ കമ്പൈൻ ആയിട്ട് ഒരു ബ്രാക്കറ്റിൽ എസ് കോമ സ്റ്റാർ അങ്ങനെ ആ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് കോൾഡ് അൾജിബ്രായിക് സ്ട്രക്ചർ. എ നോൺ എംപ്റ്റി സെറ്റ് വിത്ത് വൺ ഓർ മോർ ബൈനറി ഓപ്പറേഷൻസ് ഡിഫൈൻഡ് ഓൺ എസ് ഇസ് കോൾഡ് അൾജിബ്രായിക് സ്ട്രക്ചർ. ഇനി എസ് സ്റ്റാറിന് മാത്രമല്ല, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ കോമ്പോസിഷനോ അല്ലെങ്കിൽ അഡീഷനോ എസ് സ്റ്റാർ ഡോട്ട് അല്ലെങ്കിൽ എസ് പ്ലസ് ഡോട്ട്, അതുപോലെ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ കോമ ഇട്ടിട്ട് അടുത്ത ഓപ്പറേഷനും കൂടി എഴുതുക. ഇനി അടുത്തതാണ് ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചേഴ്സ്. ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സെറ്റ്, ഒരു അൾജിബ്രായിക് സ്ട്രക്ചർ എസ് സ്റ്റാർ, വേറൊരു അൾജിബ്രായിക് സ്ട്രക്ചർ എസ് ഡാഷ് സ്റ്റാർ ഡാഷ്. ദെൻ ദർ ഇസ് എ മാപ്പിംഗ് ഫൈ ഫ്രം എസ് ടു എസ് ഡാഷ് സച്ച് ദാറ്റ് ഈ ഫൈ എന്ന് പറയുന്നത് 1 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. ആൻഡ് ദർ ഇസ് എ വൺ മോർ കണ്ടീഷൻ, ഫൈ ഓഫ് എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് വൈ. അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഓപ്പറേഷനിലുള്ള ഫസ്റ്റ് എസ് സ്റ്റാർ ടു എസ് ഡാഷ് സ്റ്റാർ ഡാഷ് ആണ് നമ്മൾ മാപ്പിംഗ് പറയുക. അപ്പം എസിൻ്റെ അതിലുള്ള ഓപ്പറേഷൻ ഫൈ ഓഫ് എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് വൈ അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഈ പ്രോപ്പർട്ടി പറഞ്ഞാണ് ഹോമിയോമോർഫിക് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയും ഹോൾഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഐസോമോർഫിസം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഐസോമോർഫിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. വി ക്യാൻ ഡിഫൈൻ എ ഫംഗ്ഷൻ ഫൈ ഫ്രം എസ് ടു എസ് ഡാഷ്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് വി ഹാവ് ടു ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഫൈ വി ഡിഫൈൻഡ് ഈസ് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ എന്ന് അസ്യൂം ചെയ്യുക. വി ഹാവ് ടു ഷോ ദാറ്റ് ഇറ്റ്സ് ഈക്വൽ ടു വൈ. ഇനി അടുത്തത് വി ഹാവ് ടു ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ വി ഹാവ് ടു ചെക്ക് നമ്മൾ ഒരു വൈയിലുള്ള ഒരു ഇമേജ് എടുത്തിട്ട്, അതായത് എസ് ഡാഷിലുള്ള ഒരു ഇമേജ് എടുക്കുക. അതിന് നമുക്കൊരു പ്രീ ഇമേജ് ഫൈ ഓഫ് എസ് ഷുഡ് ബി ദർ ഫോർ എനി എസ് ഡാഷ്. വി ഹാവ് ടു ഫൈൻഡ് ഇനി ഒരു പ്രീ ഇമേജ് ഇങ്ങനെ കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് ഈസ് എ ഓൺ ടു ഫംഗ്ഷൻ. ഇനി ഫോർത്ത് കണ്ടീഷനായിട്ട് നമ്മൾ ഹോമിയോമോർഫിസം അല്ലെങ്കിൽ സ്ട്രക്ചർ പ്രിസർവിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കണം. അതായത് ഫൈ ഓഫ് എക്സ് സ്റ്റാർ വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് വൈ. ഇനി 3-4 പ്രോബ്ലംസും കൂടെയാണുള്ളത്. അപ്പോൾ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിച്ചത്. ഒന്ന് അൾജിബ്രായിക് സ്ട്രക്ചർ, ഫംഗ്ഷൻ എ സെറ്റ് എസ് ടുഗദർ വിത്ത് 1 or more ബൈനറി ഓപ്പറേഷൻസ് ഈസ് കോൾഡ് ആൻ അൾജിബ്രായിക് സ്ട്രക്ചർ. അടുത്ത ഐസോമോർഫിസം, വി ഹാവ് ടു എ മാപ്പിംഗ് ഫൈ ഫ്രം എസ് സ്റ്റാർ ടു എസ് ഡാഷ് സ്റ്റാർ ഡാഷ് സച്ച് ദാറ്റ് ഫൈ ഈസ് 1 1 ഓൺ ടു and it satisfies the property phi of x star y equal to phi of x star dash phi of y. പിന്നെയുള്ളത് അത് കണ്ടുപിടിക്കാനാണ് whether to check whether the mapping whether there exists an isomorphism s star to s dash star dash. We have to step 1 we have to define a function from s star to s dash star dash. Next show that this phi is 1 1. Next step phi to check whether phi is on to. Fourth step we have to show that phi of x star y equal to phi of x star dash phi of y. Prove ചെയ്യാനായിട്ട് ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം.
ഇല്ല എന്ന് കാണിക്കണം, ഏതെങ്കിലും ഒന്ന് കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. അപ്പോൾ 3-4 പ്രോബ്ലംസും കൂടെ ഉണ്ട്. ഇനി ഫസ്റ്റ് പ്രോബ്ലം ആണ്, ഷോ ദാറ്റ് ദ ബൈനറി സ്ട്രക്ചർ ആർ പ്ലസ് വെയർ പ്ലസ് ഇസ് യൂഷ്വൽ അഡീഷൻ ഇസ് ഐസോമോർഫിക് ടു ദ ബൈനറി ഓപ്പറേഷൻ ആർ പ്ലസ് ഡോട്ട് വെയർ ഡോട്ട് ഈസ് യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ആർ പ്ലസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഒരു നമുക്ക് മാപ്പിംഗ് കണ്ടുപിടിക്കേണ്ടത് റിയൽ നമ്പറിൽ നിന്ന് പോസിറ്റീവ് റിയൽ നമ്പറിലേക്കുള്ളതാണ്. ഓപ്പറേഷൻസ് റിയൽ നമ്പറിലുള്ള ബൈനറി സ്ട്രക്ചറിൽ പ്ലസും അഡീഷനും മറ്റിടത്ത് മൾട്ടിപ്ലിക്കേഷനും. അപ്പോൾ അങ്ങനെ ഒരിടത്ത് അഡീഷന് കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ തന്നെ ഒരു ഓപ്പറേഷൻ കണ്ടുപിടിക്കണം. അത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൽ മാത്രം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊന്ന് എക്സാമ്പിൾ e⁻x ആണ് ഫങ്ഷൻ. നമുക്കത് അതിൽ അപ്പം we can define let phi from r to r plus by phi of x equal to e⁻x for all x element of r. അപ്പോൾ e⁻x എന്നുള്ളത് എന്താവും, ഇതിലെ എലമെൻറ്റ്സ് എല്ലാം പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് ഒരു ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിനൊരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് റിയൽ എൻട്രി ഉണ്ടാവും. സോ ദിസ് ഈസ് എ phi ഈസ് എ വെൽ ഡിഫൈൻഡ് മാപ്പ്. അപ്പം നമുക്ക് മാപ്പിംഗ് കിട്ടി. നമുക്ക് 4 കണ്ടീഷനാണ് വേണ്ടത്. അതിൽ ഫസ്റ്റ് കണ്ടീഷനാണ് വി ക്യാൻ ഡിഫൈൻ എ മാപ്പ് phi ഫ്രം r to r പ്ലസ്. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ കാണിക്കേണ്ടത് phi ഈസ് 1 ആണ് കാണിക്കേണ്ടത്. phi അതിന് വേണ്ടിയിട്ട് ഇനി ഇതിപ്പോൾ സ്റ്റെപ്പ് 1 ആയുള്ളൂ. സ്റ്റെപ്പ് 2ൽ phi ഈസ് 1 ആണ് നമ്മൾ കാണിക്കേണ്ടത്. ടു ഷോ ദാറ്റ് phi ഈസ് 1 നമ്മൾ ആദ്യം phi of x ഈക്വൽ ടു phi of y എന്ന് എടുക്കുക, വിച്ച് ഇംപ്ലൈസ് phi of x ഈക്വൽ ടു phi of y ഇംപ്ലൈസ് e⁻x ഈക്വൽ ടു e⁻y. ഞാൻ ഇതിൻ്റെ ലോഗ് എടുക്കുവാണെങ്കിൽ which is equal to ln of e⁻x equal to രണ്ട് സൈഡിലും ലോഗ് എടുത്തു, which implies x equal to y. lnഉം e കൂടെ ഒന്നിച്ച് വരുമ്പോൾ അത് ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് phi ഈസ് 1. ഇനി നമ്മൾ കാണിക്കേണ്ടത് phi ഈസ് on 2 എന്നാണ് ഇനി കാണിക്കേണ്ടത്. phi ഈസ് on 2 എന്ന് കാണിക്കാനായിട്ട് r പ്ലസിൽ ഒരു എലമെൻ്റ് എടുക്കുക. ഞാനിപ്പോൾ ലെറ്റ് സ്മോൾ r എലമെൻ്റ് ഓഫ് r പ്ലസ് പ്രീ ഇമേജിൽ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇത് ആറും ഇത് r പ്ലസും ആണ്. r പ്ലസിൽ ഒരു എലമെൻ്റ് എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെൻറ്റ് ആറിലുണ്ടെന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് r എടുത്തു കഴിഞ്ഞാലും അതിനൊരു ln r ഉണ്ടാവും. ln r എലമെൻ്റ് ഓഫ് r. Now, so that e⁻ln r is equal to r element of r plus. So, നമുക്ക് ഇപ്പോൾ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് phi of ln r is equal to r. എല്ലാ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേർ ln r എലമെൻ്റ് ഓഫ് r. അപ്പം നമുക്ക് ഒരു r എലമെൻ്റ് ഓഫ് r പ്ലസ് എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ln log r കിട്ടി. ആ log r ഈസ് എലമെൻ്റ് ഓഫ് r ആണ്. ഇനി ആ പ്രോപ്പർട്ടി phi ഓഫ് r എന്നുള്ള രീതിയിൽ phi ഓഫ് ln r എന്നുള്ള രീതിയിൽ അതിനെ നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് ദാറ്റ് ഈസ് phi ഈസ് on 2. ഇനി നമ്മൾ കാണിക്കേണ്ടത് phi ഓഫ് x സ്റ്റാർ y. ഇവിടെ ഇപ്പോൾ ഉള്ളത് x പ്ലസ് y ഈസ് ഈക്വൽ ടു r2 phi ഓഫ് x ഇൻറ്റു phi ഓഫ് y. ഇതാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇതാണ് നമ്മൾ ഇനി കാണിക്കേണ്ടത്. അപ്പം നമ്മൾ ഇവിടുന്ന് ആറിലുള്ളത് 2 എലമെൻ്റ് എടുക്കുക. ലെറ്റ്
x comma y element of R. Then phi of x plus y is equal to phi നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് e raised to x. അപ്പോൾ e raised to x plus y which is equal to e raised to x into e raised to y which is equal to phi of x into phi of y. അപ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടി that is phi satisfies ഈ പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി. that is phi satisfies. ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ മതി. that is we can define a function phi from R to R plus phi equal to e raised to x such that phi is 1 1 on 2 and phi satisfies homomorphism property. that is phi is 1 1 on 2 and satisfies homomorphism property. Homomorphism property, that is phi from R to R plus is an isomorphism. R plus and R plus dot are isomorphic binary structures. Next problem, let 2z equal to 2n in element of z so that 2z is the set of all even integers, positive, negative and 0. Suppose prove that z plus is isomorphic to 2z plus where plus is usual addition. അപ്പോൾ ഇവിടുത്തെ ഒരു നമ്മുടെ ഡിഫൈൻ ചെയ്യേണ്ട സ്ഥലം നമ്മൾ നേരത്തെ പ്രോബ്ലം ഫൈ ചെയ്തുകൊണ്ടിരുന്ന അടുത്ത പ്രോബ്ലത്തിൽ സൈ ആണ് യൂസ് ചെയ്യുന്നത്. സൈ ഡിഫൈൻ ചെയ്യുന്നത് ഇസഡിൽ നിന്ന് 2zലേക്കാണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്, റൈറ്റ് സൈഡിലുള്ളത് സെറ്റ് ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ്. ഓപ്പറേഷൻസ് രണ്ട് ഇടത്തെ ബൈനറി ഓപ്പറേഷൻസ് യൂഷ്വൽ അഡീഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട് 2z ഈക്വൽ ടു 2n. അപ്പോൾ നമ്മൾ അത് തന്നെ ഡിഫൈൻ ചെയ്താൽ മതി. സൈ ഓഫ് n ഈസ് ഈക്വൽ ടു 2n ആ രീതിയിൽ ഡിഫൈൻ ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് സൈ ഫ്രം z ടു 2z ഡിഫൈൻഡ് ബൈ സൈ ഓഫ് n ഈക്വൽ ടു 2n ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് z. Then psi is a well-defined map from z to z, 2z to 2z. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെപ്പ് 1 psi ഒരു വെൽ ഡിഫൈൻഡ് മാപ്പായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ കാണിക്കേണ്ടത് psi is 1 1. For that, now let n, m element of z. Then നമ്മളിനി 1 1 ആണെന്നാണ് കാണിക്കാൻ പോകുന്നത്. psi of n equal to psi of m implies psi of n we defined is equal to 2n. 2n is equal to 2m, which implies നമുക്ക് 2 രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം, which implies n equal to m. That is psi is 1 1. ഇനി നമ്മൾ കാണിക്കേണ്ടത് psi on 2 ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ on 2 ആണെന്ന് കാണിക്കാൻ 2zലുള്ള ഒരു എലമെൻറ്റ് എടുത്തു. let n any n element of 2z. So n is equal to അതൊരു ഈവൻ നമ്പർ ആണ് which can be written as 2m for any m equal to n for any m അല്ല n-ന് കറസ്പോണ്ടിങ് m is equal to n by 2 element of z. So psi of m equal to നമ്മൾ psi of m ഡിഫൈൻ 2m എന്നാണ് which is equal to 2 into n by 2 which is equal to n. അപ്പോൾ നമ്മൾ ഏത് ഇതിന് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രീ ഇമേജ് m കണ്ടുപിടിച്ചു ഒരു n-ന് കറസ്പോണ്ടിങ് ആയിട്ട്. ദാറ്റ് ഈസ് psi is on to 2z. ഇനി നമ്മൾ കാണിക്കേണ്ടത് psi സാറ്റിസ്ഫൈസ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി എന്നാണ്. അതിനുവേണ്ടി രണ്ട് എലമെൻറ്റ് ഫോർ എനി n, m element of z, psi of n plus m is equal to 2 into n plus m which is equal to 2n plus 2m which is equal to psi of n plus psi of m. നമ്മൾ psi അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Therefore psi satisfies homomorphism property and hence is an isomorphism. Therefore
അപ്പം നമ്മൾ psi ആദ്യം നമ്മൾ psi ഒരു വെൽ ഡിഫൈൻഡ് മാപ്പാന്ന് കാണിച്ചു, പിന്നെ 1 എന്ന് കാണിച്ചു, പിന്നെ on2 എന്ന് കാണിച്ചു. ഇപ്പോൾ ഹോമിയോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നും കാണിച്ചു. ദാറ്റ് ഈസ് psi from Z to 2Z an isomorphism. The binary structures Z plus and 2Z plus are isomorphic. Next problem. Consider the binary structure M2R of 2x2 real matrices with usual matrix multiplication and R dot of real numbers with the usual number multiplication. Check whether the map defined by phi of A equal to determinant A, the determinant is an isomorphism or not. അപ്പം നമ്മുടെ മാപ്പിങ്ങിൽ ഒരു സൈഡിലുള്ളത് മെട്രിസസ് ആണ് 2x2 മെട്രിസസ്, റൈറ്റ് സൈഡിലുള്ളത് റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പർ കിട്ടാൻ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇപ്പം ഇതല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇത് 1 അല്ല എന്ന് കാണിക്കുവാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അല്ല എന്നാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് ലെറ്റ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 0 0 1. So determinant A is equal to 1 0 0 1 is equal to 1 minus 0 is equal to 1. ഇനി B is equal to let B is equal to വേറെ ഏതെങ്കിലും ഒരു മെട്രിക്സസ് വിത്ത് ഡിറ്റർമിനൻറ്റ് 1 1 രീതിയിൽ. അപ്പം ഞാൻ 3 6 minus 5 വരുമല്ലോ, ഞാൻ ഇതുപോലെ 3 2 5 1. Then determinant B is equal to 6 minus 2 determinant of 3 5 1 2 which is equal to 3 minus 3 into 2 6 minus 5 is equal to 1. That is here dta equal to determinant of A is equal to determinant of B. That is phi of A is equal to phi of B, but A not equal to B. Therefore phi is phi from M2R to R defined by phi of A is equal to determinant of A. ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ is not 1 1. Therefore M2 R dot to R dot is not isomorphic binary structures. Isomorphic binaries is binary. Any last problem, the map phi from Z to Z defined by phi of n is equal to n plus 1 for n element of Z is 1 to 1 and on to Z. Give the definition of the binary operation star on Z such that phi is an isomorphism A psi A Z dot on to Z star in B Z star on to Z plus or Z dot. In each case find the identity element for star on Z. ഇപ്പോൾ ഇവിടെ നമുക്ക് 1 1 1 2 ആണ് തന്നിട്ടുണ്ട്, phi of n is equal to n plus 1 എന്നുള്ളത്. ഇനി അത് ഐസോമോർഫിസം ആണെങ്കിൽ Z ഡോട്ട് ടു Z സ്റ്റാർ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം അതിൽ എ ആണ് ആദ്യം ചെയ്യുന്നത്. എയിൽ phi is an isomorphism mapping Z dot into onto Z star. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അത് ഐസോമോർഫിസം ആയതുകൊണ്ട് അത് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. സോ phi ഓഫ് n ഇൻറ്റു എം, ലെഫ്റ്റ് സൈഡിൽ ഇൻറ്റു ആണ്, ഇസ് ഈക്വൽ ടു ഡോട്ട് phi n ഡോട്ട് എം ഇസ് ഈക്വൽ ടു phi ഓഫ് n സ്റ്റാർ phi ഓഫ് എം. അപ്പോൾ അത് ഐസോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇക്വേഷൻ 1. ഇനി നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് phi n is equal to phi of n is equal to n plus 1 ആണ്. സോ n is equal to phi of n minus 1 നമുക്കതിന് എഴുതാം. ആൻഡ് n is equal to phi of m minus 1.
ഡെഫിനേഷനിൽ നിന്ന് തിരിച്ചെഴുതുന്നതാണ്. ഇവിടെയാണ് ഡെഫിനേഷൻ phi of n is equal to n plus 1 ആണ്. പക്ഷെ നമ്മൾ എന്നിനും എമ്മിനും n is equal to phi of n minus 1, m is equal to phi of m minus 1. അപ്പം നമ്മുടെ ഇതനുസരിച്ച് n star m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ n star m is equal to phi of n minus 1 star എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ phi of n minus 1 നമ്മുടെ 2 ന്ന് കിട്ടിയതാണ്. phi of n minus 1 star phi of m minus 1 ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ യൂസിങ് 2 ആണ്. ഇനി phi of n minus 1 star phi of m minus 1 എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ഡെഫിനേഷൻ അനുസരിച്ച് which is equal to phi of n minus 1 into phi of m into m minus 1. phi of n star phi of m is equal to എൻ്റെ റൈറ്റ് സൈഡിൽ phi of n star phi of m ആണ്, which is equal to phi of n into m. അപ്പോൾ ഇവിടെ phi of n minus 1 into m minus 1. ഇനി നമ്മൾ അതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, which is equal to phi of nm minus n minus m plus 1, which is equal to ഇനി ഫൈയുടെ ഡെഫിനേഷൻ phi of n is equal to phi of n plus 1 ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് 1ൻ്റെ കൂടെ ഒരു 1 അവിടെ ചേർത്ത് കഴിഞ്ഞാൽ പ്ലസ് 2 nm minus n minus m plus 2. ഇനി നമ്മളിവിടെ ഇപ്പം നമ്മൾ n star m ഇവിടെ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മളിനി ഇതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കണം. ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് ആണ് ഐഡൻറ്റിറ്റി എന്ന് എടുത്തു. സോ n star x ഈക്വൽ ടു n ഉം x star n ഈക്വൽ ടു n കൂടെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഫോർ എനി n എലമെൻറ്റ് ഓഫ് z ആൻഡ് ഫോർ സം x എലമെൻറ്റ് ഓഫ് z n star x ഈക്വൽ ടു n ഇംപ്ലൈസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ nx മൈനസ് n നമ്മൾ നേരത്തെ കിട്ടിയ ഡെഫിനേഷൻ nx മൈനസ് n മൈനസ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു n. അതിൽ നിന്ന് ഈ മൈനസ് n റൈറ്റ് സൈഡിലുള്ള n ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിയുമ്പോൾ മൈനസ് 2n ആവും. സോ n ഇൻറ്റു എക്സ് മൈനസ് 2 മൈനസ് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0, വിച്ച് ഇസ് ഈക്വൽ ടു ഈ രണ്ട് ടേമിൽ നിന്നും എക്സ് മൈനസ് 2 കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കാം. സോ എക്സ് മൈനസ് 2 ഇൻറ്റു n മൈനസ് 1 ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 2. അല്ലെങ്കിൽ either n minus 1 equal to 0 or x equal to 2. That means ഇനി അടുത്തത് എക്സ് സ്റ്റാർ n ഈക്വൽ ടു n ഇക്വേറ്റ് ചെയ്യുക. സോ സെയിം സ്റ്റെപ്പ് എക്സ് എൻ മൈനസ് എക്സ് മൈനസ് എൻ പ്ലസ് 2 ഈക്വൽ ടു n ഇൻറ്റു എക്സ് മൈനസ് 2 മൈനസ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു മൈനസ് 2 ഈക്വൽ ടു 0, which implies x minus 2 into n minus 1 equal to 0, which implies x equal to 2. That is n star 2 equal to n equal to 2 star n for all n element of z and 2 element of z. Hence 2 is the identity element for star on z. അതിലെ ബി പാർട്ടിൽ നമ്മൾ ഈ രണ്ട് പാർട്ടിലും നമ്മൾ n star m ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. n star m എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തിട്ട്, കാരണം സ്റ്റാറിൻ്റെ ഐഡൻറ്റിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി പാർട്ടിൽ phi is an isomorphism mapping from z star onto z dot. So for any n comma m element of z is equal to phi of n star m is equal to, അതാണ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി, phi of n into phi of m. ഇവിടെ സ്റ്റാറിൽ നിന്ന് ഡോട്ടിലേക്ക് ആയതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ ഇൻറ്റു ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർ. phi of n star m is equal to phi of n dot phi of m. phi of n ന് മാത്രമാണ് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. phi of n is equal to n plus 1 into m plus 1, which is equal to nm മൾട്ടിപ്ലൈ ചെയ്തു, ടൈം വൈസ് മൾട്ടിപ്ലിക്കേഷൻ nm plus n plus m plus 1. അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് ഈ nm plus n plus m plus 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈയുടെ ഡെഫിനേഷൻ അനുസരിച്ച് phi of nm plus n plus m ആണ്. nm plus n plus m plus 1 അത് 2 ആവും. സോ ഇറ്റ്സ് 2, ഇക്വേഷൻ 2. ഇനി ഇത് 1-to-1 മാപ്പിംഗ് ആയതുകൊണ്ട് നമുക്ക് phi of n star m എന്ന് ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇക്വേഷൻ 1-ൻ്റെയും 2-ൻ്റെയും സെയിം ആണ്. സോ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സാധനം റൈറ്റ് സൈഡിലുള്ളത് സെയിം ആണ്, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ളതും സെയിം ആയിരിക്കും 1-1 ആയതുകൊണ്ട്. അപ്പോൾ ഫൈയുടെ ഒഴിവാക്കി phi of n star m is equal to phi of nm plus n plus m ആണ്. സോ n star m equal to nm plus n plus m. നമുക്ക് n star m ഡിഫൈൻ ചെയ്തു. അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിനി ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാം. ഐഡൻറ്റിറ്റി കഴിഞ്ഞ് നമ്മൾ എക്സ് ആണ് ഐഡൻറ്റിറ്റി എന്ന് എടുത്തു. സോ ഫോർ എനി n എലമെൻറ്റ് ഓഫ് z ആൻഡ് ഫോർ സം n അല്ല എക്സ് ആണ്, എക്സ് എലമെൻറ്റ് ഓഫ് z
we have n star x equal to n implies nx plus n plus x. നമ്മൾ n star ഡിഫൈൻ ചെയ്തതിലേക്ക് എമ്മിന് വരെ എക്സ് ഇവിടെ കൊടുത്തു. എൻ എക്സ് പ്ലസ് എൻ പ്ലസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എൻ. അതിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു അതിൽ എന്നും ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് x into n plus 1 equal to 0 which implies x equal to 0. Similarly x star n equal to n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കിട്ടിയ പ്രോപ്പർട്ടി കൊടുത്തു. xn plus x plus n equal to 0 which implies x into n plus 1 equal to 0 which implies x equal to 0. Therefore n star 0 equal to n equal to 0 star n for all n element of z and നമുക്ക് കിട്ടിയ ഈ 0 element of z ആണ്. Hence 0 is the identity for star on z.